OSM ആണ് നമ്മുടെ പ്രഡിക്ഷൻ സീരീസിലെ അടുത്ത ചാപ്റ്ററാണ് സ്ട്രൈറ്റ് ലൈൻസും കോണിക് സെക്ഷൻസും. ഈ സ്ട്രൈറ്റ് ലൈൻസും കോണിക് സെക്ഷൻ നമ്മുടെ +1 പബ്ലിക് എക്സാമിൽ മാത്സിൻ്റെ പബ്ലിക് എക്സാമിൽ പണി പറ്റിക്കാൻ സാധ്യതയുള്ള രണ്ട് ചാപ്റ്ററാണ്. നിർബന്ധമായും പ്രഡിക്ഷനോടൊപ്പം ഞാൻ ഈ വിട്ട ചാനൽ സെൻഡ് ചെയ്യുന്ന പിക്ചേഴ്സ് അതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിർബന്ധമായും ചെയ്ത് പഠിക്കുക. ഓക്കെ, പണി പറ്റിക്കാൻ സാധ്യതയുള്ള ഉറപ്പായും പണി പറ്റിക്കാൻ സാധ്യതയുള്ള രണ്ട് ചാപ്റ്ററാണ് സ്ട്രൈറ്റ് ലൈൻസ്, പിന്നെന്താണ് കോണിക് സെക്ഷൻസും. അതിൽ കീ പോയിൻറ്റ്സ് ആണ്, സ്ട്രൈറ്റ് ലൈൻസിലെ കീ പോയിൻറ്റ്സ് ആണ് സ്ലോപ്പ് ഓഫ് ദ ലൈന് കാണാൻ, അത് y2 - y1 ആണ് ബൈ x2 - x1 ആണ്. അടുത്തത് കണ്ടീഷൻസ് ആണ്, പാരലലിസം ആൻഡ് പെർപെൻഡിക്കുലാരിറ്റിയും. ഇഫ് ദ ലൈൻ ആർ പാരലൽ ആണ്, രണ്ട് ലൈന് പാരലൽ ആണെങ്കിൽ m1 m2 എന്താ ഈസ് ഈക്വൽ ആയിരിക്കും. ദെൻ m1 m2 എന്താണ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് m1 × m2 എന്തായാലും പ്രൊഡക്റ്റ് എന്താവും -1 ആവും. പിന്നെ അടുത്തതാണ് ഇക്വേഷൻ ഓഫ് ദ സ്ട്രൈറ്റ് ഇൻ്റർസെപ്റ്റ് ഫോമിൽ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എക്സ് ഇൻ്റർസെപ്റ്റ് a ആൻഡ് y ഈസ് ഇൻ്റർസെപ്റ്റ് b. അപ്പോൾ അതിൻ്റെ ഗിവൻ അതിൻ്റെ ഇക്വേഷൻ കാണാൻ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. x/a + y/b ഈസ് ഈക്വൽസ് ടു 1. ജനറൽ ഇക്വേഷൻ ആണ് ax പ്ലസ് ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത് ax + by c ഈസ് ഈക്വൽസ് ടു 0. ഓക്കെ, ഇതിൽ a b c ആർ റിയൽ കോൺസ്റ്റൻറ്റ് ആൻഡ് വിത്ത് a ആൻഡ് b കനോട്ട് ബി സീറോ സ്റ്റിമുലൻസ്ലി. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണാനുള്ള സ്ലോപ്പ് കാണാൻ -a/b എന്ന് ചെയ്യുക. അടുത്തത് അതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ എന്തായാലും -c/a എന്ന് ചെയ്യുക. അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് കാണാൻ -c/b എന്നും കണ്ടെത്തിയാൽ അതിനെന്ത് വേണം, y ഇൻ്റർസെപ്റ്റും എക്സ് ഇൻ്റർസെപ്റ്റും കാണാൻ പറ്റും. അടുത്തതിൻ്റെ ഇനി അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇത് നിർബന്ധമായി ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ പിക്ചർ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രാക്ടീസ് പ്രോബ്ലംസും ഇതിൻ്റെ ഒപ്പം നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ചാപ്റ്ററാണ് കോണിക് സെക്ഷൻസ്. കോണിക് സെക്ഷൻസ് പഠിക്കാനുള്ളത് സർക്കിളിൻ്റെ ഇക്വേഷൻ പഠിക്കണം. HK ആണെങ്കിൽ അതിൻ്റെ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പരാബോളയുടെ ഇക്വേഷൻസ്, അതിൻ്റെ ഫോക്കസ്, ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ആക്ടസ് റെക്റ്റം, ആക്സിസ് ഓഫ് പരാബോള, പിന്നെ അത് കൊടുത്തിട്ടുണ്ട്. പരാബോളയുടെ നാല് ജിയോമെട്രിക് 4ആണ്. പിന്നെ അടുത്തത് എലിപ്സാണ്. പരാബോള, എലിപ്സ്, സർക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻസിലേക്ക് അടുക്കണം. ഈ ടേബിളും ഒന്ന് പഠിച്ചു പോകണം. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ സെൻറ്റർ -2 3 റേഡിയസ് 4 ആണ്. h/4 ആൻസറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നിന് ആൻസർ കൊടുത്തിട്ടുണ്ട്, 2ന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 4ന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസറൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്ത് പഠിക്കുക. വളരെ കുറച്ചോളൂ. ഇത് എന്തെങ്കിലും ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ നിന്ന് രണ്ട് ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടാൻ വേണം. പ്രാക്ടീസ് പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായും പഠിക്കുക. ഞാനൊരു 100 ആവർത്തി പറയണം, നിർബന്ധമായും പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ഞാൻ ചെയ്ത ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ പിക്ചർ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മളെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആവുകയും ചെയ്യുക. അവിടെ നമ്മളിതിൻ്റെ പിക്ചർ സെൻഡ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായും പഠിക്കുക. ഓക്കെ, താങ്ക്സ്.